നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതുവത്സരാശംസകൾ. മുരളി നല്ലനാട് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. മുരളി നല്ലനാട് എഴുതിയ നോവൽ ഹൃദ്യം തുടരുന്നു. കഥ ഇതുവരെ. മേലുകാവ് നിവാസികളുടെ കണ്ണിലുണ്ണിയാണ് കർഷകനും വിമുക്ത ഭടനുമായ മുകുന്ദനുണ്ണി. ഭാര്യ ദേവയാനി, മക്കൾ +2 വിദ്യാർത്ഥിനി വന്ദന, ഇരട്ടകളായ വൃന്ദ, ഉണ്ണിമോൾ. ഉണ്ണിമോൾക്ക് അല്പം മുടന്തുണ്ട്. മുകുന്ദനുണ്ണിക്ക് കർഷകശ്രീ അവാർഡ് ലഭിക്കുന്നു. അയാൾക്ക് സുമേഷ് എന്നൊരു സഹായിയുമുണ്ട്. വിധവയും സുന്ദരിയുമായ ആശ ടീച്ചർ അയൽക്കാരിയാണ്. ഒരു ദിവസം സ്കൂള് വിട്ട് മേലുകാവിൽ ബസ്സിറങ്ങി നടന്ന വന്ദനയെ സഹപാഠി ടോണി കോട്ടൂരാൻ്റെ സംഘം തടഞ്ഞു നിർത്തി. മൊബൈൽ ഫോണിലേക്ക് അശ്ലീല ചിത്രം അയച്ചതിന് ടോണിക്കെതിരെ അവൾ പരാതി നൽകിയിരുന്നു. മുകുന്ദനുണ്ണിയുടെ സുഹൃത്തും എഞ്ചിനീയറുമായ ചന്ദ്രദാസ് വന്ദനയെ രക്ഷിച്ച് വീട്ടിലെത്തിച്ചു. വിവരമറിഞ്ഞ മുകുന്ദനുണ്ണി ടോണിയെ തല്ലി അവശനാക്കി. ഈരാറ്റുപേട്ട CI ജോണി കോട്ടൂരാൻ്റെ അനിയനാണ് ടോണി. മുകുന്ദനുണ്ണിയെ CI കസ്റ്റഡിയിലെടുത്തെങ്കിലും MLA ഇടപെട്ട് വിട്ടയച്ചു. രാത്രി ടോണിയുടെ മറ്റൊരു സഹോദരൻ ടോമി കോട്ടൂരാനും സംഘവും മുകുന്ദനുണ്ണിയുടെ വീട് ആക്രമിച്ചു. ആ കേസ് ഒത്തുതീർപ്പാക്കിയെങ്കിലും കുറച്ച് ദിവസത്തിന് ശേഷം കോട്ടൂരാന്മാർ വീണ്ടും എത്തുന്നു. കഥ തുടർന്ന് കേൾക്കുക. മുകുന്ദനുണ്ണി തിടുക്കത്തിൽ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ സിറ്റിയിൽ ജോണി കോട്ടൂരാനും ടോമി കോട്ടൂരാനും ഇരിക്കുന്നതാണ് കണ്ടത്. മുകുന്ദനുണ്ണി കൃഷിസ്ഥലത്തായിരുന്നല്ലയോ? മോള് പറഞ്ഞു. ഏറ്റവും അടുത്ത സുഹൃത്തിനെ പോലെയായിരുന്നു ജോണി കോട്ടൂരാൻ്റെ അന്വേഷണം. ടോമിയുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമൊന്നുമില്ലായിരുന്നു. എന്തിനുള്ള വരവാണെന്ന് മുകുന്ദനുണ്ണിക്ക് മനസ്സിലായില്ല. എന്നതാ സാറേ, പഴയതെല്ലാം അവസാനിച്ചെന്നല്ലേ സാറ് പറഞ്ഞത്? ജോണി കോട്ടൂരാൻ ചിരിച്ചു. അതെ, അതെല്ലാം അവസാനിച്ചു. ഇനി പുതിയ തുടക്കമാ. മുകുന്ദനുണ്ണി ഇരിക്കെ. മുകുന്ദനുണ്ണി ഇരുന്നു. തോർത്തുകൊണ്ട് നെറ്റിയിലെയും കഴുത്തിലെയും വിയർപ്പ് ഒപ്പി. ടോണി സുഖപ്പെട്ടു വരുന്നുണ്ട്. അവന് നിങ്ങളോട് ശത്രുതയൊന്നുമില്ല. അവൻ മുകുന്ദനുണ്ണിയുടെ മോളുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇപ്പോഴാ അവൻ അതൊക്കെയൊന്ന് തുറന്നു പറയുന്നേ. അവൾ അവനെ അവഗണിച്ചു. അവൻ കാണിച്ച ഒരു അവിവേകമാണ് ആ വീഡിയോ ക്ലിപ്സ്. ഇപ്പോഴത്തെ പിള്ളേരല്ലേ മുകുന്ദ, താനതങ്ങ് ക്ഷമിച്ചേക്ക്. ഇനിയിപ്പോൾ ഇതൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ സാറേ. ഞാൻ ഇനി അതിൻ്റെ പിന്നാലെയൊന്നും പോകത്തുമില്ല. വളച്ചു കെട്ടാതെ ഞങ്ങൾ വന്ന കാര്യം പറയാം. നിങ്ങളുടെ മോളെ ടോണിക്ക് കെട്ടിച്ചു കൊടുക്കണം. ടോമിയാണ് പറഞ്ഞത്. മുകുന്ദനുണ്ണിയുടെ കാൽവിരലിൽ നിന്നൊരു തരിപ്പ് ദേഹത്തേക്ക് പടർന്നു. അകത്ത് സംസാരം കേട്ടുനിന്ന വന്ദന ഞെട്ടലോടെ ദേവയാനിയെ നോക്കി. എൻ്റെ മോളെ ആരുടെ കൂടെയെ കെട്ടിച്ചു വിടണമെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ലേ, അല്ലാതെ നിങ്ങളല്ലല്ലോ. അറിയാവുന്നത് കൊണ്ടല്ലേ മുകുന്ദ കാണാൻ വന്നത്? ജോണി കോട്ടൂരാൻ മുഷിച്ചിൽ വരാതെ ഇടപെട്ടു. അവന് അവളെ ഭയങ്കര ഇഷ്ടമാ. ഇത് പ്രതികാരം ചെയ്യാനൊന്നുമല്ല. വിവാഹം നിയമപരമായി തന്നെ നടത്താം. ടോണി ചെറിയ പയ്യനൊന്നുമല്ല. പഠിപ്പിൽ പിന്നോട്ടായതുകൊണ്ടാ 20-ാം വയസ്സിൽ +2-ലെത്തിയത്. മുകുന്ദനുണ്ണിയുടെ മോൾക്ക് പ്രായം 17 ആയിട്ടുണ്ടാവുമല്ലോ. നമുക്കൊരു വാക്ക് പറഞ്ഞു വെക്കാം. 1 കൊല്ലം കഴിയുമ്പോൾ 2 പേർക്കും പ്രായപൂർത്തിയാവും. ജാതിയും മതവും ഒരു പ്രശ്നമല്ല. എല്ലാം അവർ നിശ്ചയിച്ച മട്ടിലാണ് സംസാരിക്കുന്നതെന്ന് മുകുന്ദന് മനസ്സിലായി. സാറിൻ്റെ ഉദ്ദേശം നല്ലതായാലും ചീത്തയായാലും ഇത് നടക്കത്തില്ല. പ്രായപൂർത്തിയായാലുടൻ മകളെ കെട്ടിച്ചുവിടാൻ കാത്തിരിക്കുന്ന ഒരച്ഛനല്ല ഞാൻ. അവരുടെ ഭാവി വിവാഹ ജീവിതത്തോടെ പൂർണ്ണമാകുമെന്നും ഞാൻ കരുതുന്നില്ല. 3 പെൺമക്കളുണ്ടെങ്കിലും എനിക്കവർ ഒരു ഭാരമല്ല സാറേ. 3 പൂക്കളെ പോലെയാ ഞാൻ അവരെ കാണുന്നത്. ടോമിയുടെ മുഖത്തൊരു പരിഹാസ ചിരിയുണ്ടായി. സാറിൻ്റെ അനിയൻ്റെ ദേഹത്ത് കൈവച്ചതിന് ഞാൻ കൊടുക്കേണ്ട വില ഇതാണല്ലേ? എന്താ സംശയം? ഞങ്ങൾ ഒതുങ്ങി എന്നാണോ താൻ കരുതിയത്? അവൻ ഇങ്ങനൊരു മോഹം ഉണ്ടായതുകൊണ്ടാ എല്ലാം മറന്ന് ഞങ്ങൾ പെണ്ണ് ചോദിക്കാൻ വന്നത്. ടോമി ഒച്ചയെടുത്തു. നിങ്ങൾ പെണ്ണിന് കാണുന്ന വില എന്താണെന്ന് എനിക്കറിയാം. മുകുന്ദനുണ്ണി അത്ര മണ്ടനൊന്നുമല്ല സാറേ. 1 വർഷത്തേക്ക് വാക്ക് പറഞ്ഞു വെക്കുക. കൊള്ളാം, ഇതിനേക്കാൾ നല്ല പ്രതികാരം വേറെയില്ല. മുകുന്ദനുണ്ണി തെറ്റിദ്ധരിച്ചാ സംസാരിക്കുന്നത്. ജോണി കോട്ടൂരാൻ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല. എൻ്റെ മോള് +2 പരീക്ഷ എഴുതാൻ പോകുന്നതേയുള്ളൂ. ഇനിയും അവൾക്ക് പഠിക്കണം. 22 വയസ്സ് തിരികെയാതെ അവളുടെ വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവളുടെ ഇഷ്ടം കൂടി ഞാൻ നോക്കും. എന്തായാലും സാറിൻ്റെ അനിയനെക്കുറിച്ച് അവൾ ചിന്തിക്കുകയേയില്ല. അതുകൊണ്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒരു പ്രസക്തിയുമില്ല.
അവരോട് എഴുന്നേറ്റ് പോകാൻ പറയുന്നതിന് പകരം മുകുന്ദനുണ്ണി സ്വയം എഴുന്നേറ്റു. ഇപ്പോഴും സാറിനോട് ഒന്നേ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. നിങ്ങൾക്കൊരു പ്രതിയോഗിയല്ല ഞാൻ, മണ്ണിൽ വിയർപ്പൊഴുക്കുന്ന ഒരു സാധാരണക്കാരൻ. വിട്ടേക്ക് സാറേ, ഞങ്ങൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ ജീവിച്ചു പൊയ്ക്കോട്ടെ. ജോണി കോട്ടൂരാനും ടോമി കോട്ടൂരാനും എഴുന്നേറ്റു. ഞങ്ങളുടെ അനിയന് ഒരാഗ്രഹം തോന്നിയാ അത് സാധിച്ചു കൊടുക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്, ടോമിയാണ് പറഞ്ഞത്. എനിക്കും ഒരച്ഛനെന്ന ബാധ്യതയുണ്ട്, അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ശരി, കാണാം. വേണ്ട, കാണാതിരിക്കുന്നതാ നല്ലത്. ഞാനതൊട്ടും ആഗ്രഹിക്കുന്നില്ല. വാടാ. ജോണി കോട്ടൂരാൻ ഇറങ്ങിപ്പോയി. മുകുന്ദനുണ്ണിയെ നോക്കി ഒന്ന് തലയാട്ടിയിട്ട് ടോമി പിന്നാലെ പോയി. അവർ കാറിൽ കയറിപ്പോകുന്നത് സിറ്റൗട്ടിൽ വന്ന് മുകുന്ദനുണ്ണി നോക്കി നിന്നു. വന്ദനയും ദേവയാനിയും അവിടേക്ക് വന്നു. ഉണ്ണിയേട്ടാ, എന്തൊക്കെയായി കേൾക്കുന്നത്? അവർ പെണ്ണ് ചോദിച്ചു വന്നു. നമ്മൾ സമ്മതമല്ലെന്ന് പറഞ്ഞു. അതിനപ്പുറം എന്നതാ ഉണ്ടായത്? അയാൾ പ്രശ്നം ലഘൂകരിക്കാൻ ശ്രമിച്ചു. ആ വൃത്തികെട്ടവന് വേണ്ടി ഇങ്ങോട്ട് വരാൻ അവർക്ക് എങ്ങനെ ധൈര്യം വന്നു? അമർഷം കൊണ്ട് വന്ദന പുകഞ്ഞു. അവർക്ക് അവൻ അനുജനാ. മക്കൾ എന്നാ വൃത്തികേട് കാണിച്ചാലും അവനൊരു അബദ്ധം പറ്റിയെന്നേ ഇക്കൂട്ടർ പറയൂ. നിന്നെ കെട്ടിച്ചു തരാൻ അവൻ ശഠിച്ചു കാണും. അല്ലെങ്കിൽ ജാതിയോ മതമോ നോക്കാതെ അവർ വരില്ലല്ലോ. ദേവയാനിയുടെ ഉള്ള് പിടച്ചുകൊണ്ടിരുന്നു. ഈശ്വര, 2-3 മാസം കൂടി കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ ആ സ്കൂളിലെ പഠിപ്പ് തീർന്നു കിട്ടിയേനെ. പ്രാർത്ഥന പോലെ ദേവയാനി പറഞ്ഞു. മുകുന്ദനുണ്ണി പറമ്പിലേക്ക് നടന്നു. ചായ ഉണ്ടാക്കാനായി ദേവയാനി അടുക്കളയിലേക്കും പോയി. പഴയ MIT ബൈക്കിൽ സുമേഷ് ഗേറ്റ് കടന്നു വരുന്നത് വന്ദന കണ്ടു. വണ്ടിയുടെ മുന്നിൽ പാൽ കൊണ്ടുപോയ ക്യാൻ കെട്ടിവെച്ചിട്ടുണ്ട്. അവൻ്റെ മുഖത്ത് ഉത്കണ്ഠ മുറ്റി നിൽപ്പുണ്ട്. അവൻ ക്യാൻ അഴിച്ച് വരാന്തയിൽ വെച്ചു. ആ കാറിൽ ജോണി കോട്ടൂരാനെ കണ്ടല്ലോ. എന്നതിനാ അയാൾ വന്നത്? പുതിയ ആവശ്യവുമായിട്ടാ അയാൾ വന്നത്. എന്നതാ? ടോണിക്ക് വേണ്ടി പെണ്ണ് ചോദിച്ചിട്ടാ ഏട്ടന്മാർ വന്നത്. തമാശ പറയുവാണോ വന്തു? തമാശയല്ല, സത്യമാ പറഞ്ഞത്. പലവട്ടം അവൻ എന്നോടത് പറഞ്ഞതാ. അവൻ്റെ ചേട്ടന്മാർക്ക് മതമൊന്നും പ്രശ്നമല്ല, അവനൊരു വാക്ക് പറഞ്ഞാൽ അവർ പെണ്ണ് ചോദിക്കാൻ വരുമെന്ന്. ഇപ്പോൾ സംഭവിച്ചത് അതാ. അപ്പോൾ കേസൊക്കെ രാജിയായോ? ഞങ്ങൾ സമ്മതിച്ചാൽ രാജിയായെന്ന് വരും. അവൻ്റെ മുഖം കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു. ചേട്ടായി എന്നാ പറഞ്ഞു? വർഷം 1 കഴിയട്ടെ എന്ന് പറഞ്ഞു. നീ എന്നെ ഒന്ന് ആക്കിയതാണല്ലേ. ജീവൻ പോയാലും ചേട്ടായി അങ്ങനെ പറയത്തില്ലെന്ന് എനിക്കറിയാം. ഇനി അവൻ ഈ നാട്ടിലെങ്ങാനും ഇറങ്ങിയ എൻ്റെ കൈകൊണ്ട് അവൻ തീരും. വീമ്പടിക്കല്ലേ സുമേഷേട്ടാ. വീമ്പ് പറയുന്നതൊന്നുമല്ല. ചേട്ടായിയുടെ മക്കളെ ആരുപദ്രവിച്ചാലും ഞാൻ കണ്ടു നിൽക്കത്തില്ല. കുത്തി മലർത്തും ഞാൻ. എന്നിട്ട് ജയിലിൽ പോയി കിടക്കും. അവൻ്റെ വാക്കുകളിലെ ആത്മാർത്ഥത അവൾ തിരിച്ചറിഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി സുമേഷേട്ടൻ ജയിലിൽ കിടക്കേണ്ട കാര്യം എന്നതാ? അമ്മയ്ക്ക് സുമേഷേട്ടനല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. അതിനവൻ മറുപടി പറഞ്ഞില്ല. അവളെ നോക്കുക മാത്രം ചെയ്തു. പാൽപാത്രമെടുത്ത് വന്ദന അകത്തേക്ക് പോയി. അവനറിയാം തനിക്ക് അവളോടുള്ള ഇഷ്ടം. അവളുടെ മുന്നിൽ മനസ്സ് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രം. അവളിൽ നിന്നൊരു പ്രതികരണം ഉണ്ടാവാതെ ഈ ജന്മം മനസ്സ് തുറക്കാൻ തനിക്ക് കഴിയില്ല. അവൾ പലവട്ടം അതിനൊരു പ്രശ്നം നടത്തുന്നുണ്ട്. പെണ്ണിൻ്റെ മനസ്സറിഞ്ഞവർ ആരുമില്ലെന്നല്ലേ പറഞ്ഞു കേൾക്കുന്നത്. തൻ്റെ നാവിൽ നിന്ന് ഇഷ്ടത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അവൾ അമ്മയോട് പറഞ്ഞാലോ അത് മുകുന്ദൻ ചേട്ടായിയുടെ കാതിലെത്തും. പിന്നെ ഈ വീടിൻ്റെ പടി കയറാൻ കഴിയില്ല. കാണാം, മിണ്ടാം, കണ്ണുകൾ കൊണ്ട് സംസാരിക്കാം. മധുരമായ പ്രണയം അതുതന്നെയാണ്. ഒരർത്ഥത്തിൽ സ്വപ്നം കാണലാണല്ലോ പ്രണയം എന്ന് പറയുന്നത്. വന്ദനയെ മറക്കാൻ സുമേഷിന് കഴിയില്ല. അമ്മിണിപ്പശു അമറിക്കരഞ്ഞപ്പോൾ അവൻ തൊഴുത്തിലേക്ക് നീങ്ങി. കുടുംബശ്രീയുടെ മീറ്റിംഗ് കൂടുന്നത് ആശ ടീച്ചറുടെ കളരിക്കൽ വീട്ടിൽ വെച്ചാണ്. പഴയ തറവാടിൻ്റെ കെട്ടും മട്ടുമുള്ള വീടാണത്. ചാരുപടി വെച്ച വരാന്തയിൽ 20 പേർക്ക് സുഖമായിരിക്കാം. ആശ ടീച്ചറും സുകുമാരിയമ്മയും മാത്രമേ ആ വീട്ടിലുള്ളൂ. സുകുമാരിയമ്മയുടെ മകൻ നാരായണൻകുട്ടി ആശ ടീച്ചറെ വിവാഹം ചെയ്തു കൊണ്ടുവന്നതാണ്. ചെങ്ങന്നൂരിലാണ് ആശ ടീച്ചറുടെ വീട്. സുകുമാരിയമ്മയ്ക്ക് ഒരു മകളുള്ളത് തൊടുപുഴ പൈങ്കുളത്താണ്. ഭർത്താവ് മരിച്ചെങ്കിലും സുകുമാരിയമ്മയെ വിട്ടുപോകാൻ ആശ ടീച്ചർക്ക് മനസ്സ് വന്നില്ല. ജോലിക്ക് പോയി വരാൻ എളുപ്പമുള്ളതുകൊണ്ട് ആശ ടീച്ചറുടെ ബന്ധുക്കളും എതിർത്തില്ല. ആത്മമിത്രങ്ങളെപ്പോലെയായിരുന്നു ആ അമ്മായിയമ്മയും മരുമകളും. നാട്ടിലെ സ്ത്രീകൾ ആഴ്ചയിൽ ഒരിക്കൽ ഒത്തുകൂടുന്നതും അവരുടെ വിശേഷങ്ങൾ അറിയുന്നതും സുകുമാരിയമ്മയ്ക്ക് വലിയ കാര്യമായിരുന്നു. നല്ലൊരു വായനക്കാരിയാണ് സുകുമാരിയമ്മ. അതുകൊണ്ട് മാത്രമാണ് ദേവയാനി ചോദിച്ചയുടൻ സുകുമാരിയമ്മ മേലുകാവ് കുടുംബശ്രീയിൽ അംഗമായത്.
ഓരോ ആഴ്ചയും ഓരോ അംഗത്തിൻ്റെ വീട്ടിൽ കൂടാനാണ് ആദ്യം തീരുമാനമെടുത്തത്. ആദ്യമൊക്കെ അതങ്ങനെ തന്നെയായിരുന്നു. പിന്നീട് പലരും 20 പേരെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിക്കാൻ ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചു തുടങ്ങി. എല്ലാവർക്കും ചായ കൊടുക്കണം, കൂട്ടത്തിൽ ഒരു കടിയും. ചില വീടുകളിൽ ഇരിക്കാനുള്ള സൗകര്യം കുറവായിരുന്നു. കളരിക്കൽ വീട്ടിൽ കൂടാൻ സുകുമാരിയമ്മ ക്ഷണിച്ചതോടെ ആ പ്രശ്നം തീർന്നു. കുളി കഴിഞ്ഞ് നെറ്റിയിൽ ഭസ്മക്കുറി തൊട്ട് ഈറൻ മുടി അഴിച്ചിട്ട് ആശ ടീച്ചർ അടുക്കളയിലെത്തി. പൂമുഖത്ത് ഒച്ചയും തർക്കങ്ങളും കേൾക്കാം. വലിയ പാത്രത്തിൽ ചായക്കുള്ള വെള്ളം സ്റ്റൗവിൽ വെച്ചു. അടുക്കള വാതിലിലൂടെ വലിയൊരു കിറ്റുമായി സുമേഷ് വന്നു. പൊരിഞ്ഞ അടിയാണല്ലോ പൂമുഖത്ത്. അത് നിനക്ക് തോന്നുന്നതാ. മീറ്റിംഗ് കഴിയട്ടെ, സ്നേഹത്തോടെ എല്ലാവരും പിരിയും. ആശ ടീച്ചർ മറ്റൊരു പാത്രത്തിൽ പാൽ തിളപ്പിക്കാൻ വെച്ചു. ദേവു ചേച്ചിയെ സമ്മതിക്കണം, 20 പേരെ ഒന്നിച്ചു കൊണ്ടുപോകുന്നില്ലേ? എന്താ വാങ്ങിയത്? പരിപ്പ് വട 25 എണ്ണമുണ്ട്. ഇതാ ബാലൻസ്. അവൻ പോക്കറ്റിൽ കൈയിട്ടു. അത് നീ വെച്ചോ. എന്നാ ഞാൻ ഇറങ്ങുവാ. നിക്കടാ, ചായ കുടിച്ചിട്ട് പോകാം. എനിക്ക് വേണ്ട, ചേട്ടായിയുടെ പാവൽ നനയ്ക്കണം. അവൻ കാവിമുണ്ട് മടക്കിക്കുത്തി തല കുനിച്ച് ഉയരം കുറഞ്ഞ അടുക്കളവാതിൽ കടന്നുപോയി. സുമേഷ് ആശ ടീച്ചർക്കൊരു സഹായിയാണ്. മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങുവാനും കറണ്ട് ബില്ലടയ്ക്കുന്നതും അവനാണ്. അവൻ്റെ അമ്മ ഗിരിജ വന്ന് മുറ്റമടിക്കുകയും പുറംപണികളൊക്കെയും ചെയ്യും. കപ്പുകളിൽ ചായ പകർന്ന് ട്രേയിലെടുത്ത് വെച്ചപ്പോൾ സുകുമാരിയമ്മ അകത്തു വന്നു. ഒരു വലിയ പ്ലേറ്റിൽ പരിപ്പുവട എടുത്തു വെച്ച് ആശ ടീച്ചർ അവരുടെ കയ്യിൽ കൊടുത്തു. ലോൺ എടുത്തതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കുകയാണ് പൂമുഖത്ത്. എല്ലാവർക്കും ചായയും വടയും ആശ ടീച്ചറും സുകുമാരിയമ്മയും കൊടുത്തു. മീറ്റിംഗ് കഴിഞ്ഞ് സ്ത്രീകളൊക്കെ പിരിഞ്ഞു. തൂണിൽ ചാരി കാലുകൾ ചാരുപടിയിൽ നീട്ടിവെച്ചിരുന്ന ആശ ടീച്ചറുടെ അടുത്തേക്ക് ദേവയാനി ചെന്നു. ആശ ടീച്ചർ കാലുകൾ ഇറക്കി വെച്ചു. വന്ദനയ്ക്ക് പിന്നീട് ശല്യമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല, മനസ്സൊന്ന് തണുത്തു തുടങ്ങിയെന്ന് പറയാം. ദേവയാനി മന്ദഹസിച്ചു. ഇനി അവരൊന്നും ചെയ്യില്ല ദേവു. ആ കർഷക സ്ത്രീ കിട്ടിയത് നല്ല സമയത്താ. ഉണ്ണിയേട്ടനെ തൊടാൻ ആരും മടിക്കും. കുട്ടികളെന്ന് വെച്ചാൽ ഉണ്ണിയേട്ടന് ഭ്രാന്താ. അതാ എന്നെ ഭയപ്പെടുത്തുന്നത്. സുമേഷ് പറഞ്ഞു, ആ ചെക്കൻ്റെ നെഞ്ചത്ത് ഒറ്റ ചവിട്ടായിരുന്നത്രേ. സിനിമയിൽ കാണുന്ന പോലെ ദൂരത്താ അവൻ ചെന്ന് വീണത്. വാരിയിൽ പൊട്ടിയെന്നാ കേട്ടത്. മരിച്ചു പോയിരുന്നെങ്കിലോ? ദേവയാനിയുടെ മുഖം കണ്ടപ്പോൾ ആശ ടീച്ചർ പുഞ്ചിരിച്ചു. എനിക്ക് സ്വകാര്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ദേവു പറ. ആശ ടീച്ചർ ഇളകിയിരുന്നു. അന്ന് ഉണ്ണിയേട്ടൻ പറഞ്ഞില്ലേ ചന്ദ്രദാസ് സാറിൻ്റെ കാര്യം? ആശ ടീച്ചറിൻ്റെ ചുണ്ടിൽ കൂർത്ത ഒരു ചിരിയുണ്ടായി. പ്രായം 40 വരുമെന്നാ തോന്നുന്നേ. നല്ല ജോലി. ആകെയുള്ള ദുശീലം കുടിയാ. ഒരു കുടുംബജീവിതമൊക്കെ ആവുമ്പോൾ അത് മാറില്ലേ? ചന്ദ്രദാസ് സാറിനെ കാണാനും സുന്ദരനല്ലേ? നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ടാവും. ആശ ടീച്ചർ പുറത്തേക്ക് നോട്ടം മാറ്റിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ദേവയാനി കൂടുതൽ ചേർന്നിരുന്നു. ഒരു ജീവിതം വേണ്ടേ ടീച്ചർ? ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ സമാധാനിക്കാമായിരുന്നു. ഞാൻ ടീച്ചർ എന്നേ വിളിച്ചിട്ടുള്ളൂ. എനിക്കെൻ്റെ കൂടപ്പിറപ്പിനെ പോലാ. ദേവയാനിയുടെ കണ്ണുകളിൽ ആശ ടീച്ചർ നോക്കി. ഒരാശ്രയത്വം ആ കണ്ണുകളിൽ തുടിക്കുന്നത് ദേവയാനി കണ്ടു. ജന്മം എന്ന് പറയുന്നത് ഒരു കടം വീട്ടലല്ലേ ടീച്ചർ? ആരും വെറുതെ ഭൂമിയിൽ ജനിക്കില്ലെന്ന് എൻ്റെ അച്ഛൻ പറയാറുണ്ട്. ഞാൻ എൻ്റെ കടമ ചെയ്യുന്നില്ലേ ദേവു? അതൊരു ജോലിയല്ലേ ടീച്ചർ? ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാനും ഒരു മനുഷ്യ ജന്മത്തിന് ജീവൻ നൽകാനും കഴിയുന്നതിനേക്കാൾ സുഹൃതം നമ്മൾ സ്ത്രീകൾക്ക് വേറെ എന്നാ ഉണ്ട്? ദേവു നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ. ആശ ടീച്ചർ മന്ദഹസിച്ചു. ഉണ്ണിയേട്ടൻ ഒരു തമാശയ്ക്ക് അന്നത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അത് കൊണ്ടു. ഉണ്ണിയേട്ടന് എന്ത് സഹായത്തിനും ഓടിയെത്തുന്ന ആളാ ചന്ദ്രദാസ് സാറ്. ഞങ്ങളിപ്പോൾ ജീവിച്ചിരിക്കാൻ തന്നെ കാരണം ആ മനുഷ്യനാ. അവർ എൻ്റെ മോളെ കൊണ്ടുപോയെങ്കിൽ കൂട്ട ആത്മഹത്യയല്ലാതെ വേറെന്ത് വഴിയുണ്ട് ഞങ്ങൾക്ക്? നന്മയുള്ള ഒരു മനസ്സ് ആ മനുഷ്യനുണ്ട്. അതുകൊണ്ടല്ലേ സഹോദരിമാർക്ക് വേണ്ടി 35 വർഷങ്ങൾ മാറ്റിവെച്ചത്. ടീച്ചർക്ക് ചന്ദ്രദാസ് സാർ ഒരിക്കലും ഒരു ബാധ്യതയാവില്ല. ആശ ടീച്ചർ നിശബ്ദത പാലിച്ചതേയുള്ളൂ. അമ്മയുടെ മനസ്സറിയാതെയാണോ? ദേവയാനി ചോദിച്ചു. എൻ്റെ മോൾക്കൊരു ജീവിതമുണ്ടായി കാണാൻ ആഗ്രഹിക്കുന്ന അമ്മയാ ഞാൻ. സുകുമാരിയമ്മ ഇറങ്ങി വന്നു. രണ്ടുപേരും എഴുന്നേറ്റു. ഒരു ജീവിതം വേണമെന്ന് ഞാൻ ഇവളോട് പറയാത്ത ഒരു രാത്രിയില്ല. ഇവൾ ഒന്ന് മൂളിക്കിട്ടിയാൽ ഇതിൽ കൂടുതൽ സന്തോഷം എനിക്ക് വേറെന്തുണ്ട്? എനിക്ക് കിട്ടാൻ പോകുന്നത് എൻ്റെ നാരായണൻ കുട്ടിയെയാ. സുകുമാരി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. നീ ഒരു വിവാഹം കഴിക്കുന്നത് കൊണ്ട് എൻ്റെ മരുമകളല്ലാതാവുന്നില്ല. ആ കാരണം കൊണ്ട് ഈ വീട് വിട്ട് നിനക്ക് പോകേണ്ടിയും വരില്ല. എൻ്റെ മരണം വരെ നീ ഈ വീട്ടിലുണ്ടാവും. ആ സാറിന് സ്വന്തമായി വീടൊന്നുമില്ലെന്നല്ലേ കേൾക്കുന്നത്?
കല്യാണം കഴിഞ്ഞ് ഇവിടെ തന്നെ താമസിക്കാം. നിങ്ങൾക്കൊരു കുഞ്ഞ് ഈ മുറ്റത്ത് ഓടി നടക്കുന്നത് കണ്ടിട്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ. എൻ്റെ നാരായണൻകുട്ടിയുടെ ആത്മാവ് സന്തോഷിക്കുകയേ ഉള്ളൂ. തൂണിലേക്ക് ചാരി കൈകൾ കെട്ടി ആശ ടീച്ചർ നിന്നു. ആ മനസ്സിന് സമ്മതമാണെന്ന് ദേവയാനിക്ക് മനസ്സിലായി. മോള് മുകുന്ദനോടൊന്ന് പറ, അവൻ ആ സാറിനോട് സംസാരിക്കും. ഞാൻ പറയാം അമ്മേ. ജീവിതമേ വേണ്ടെന്ന നിലപാടിലാ ചന്ദ്രദാസ് സാറ്. ഉണ്ണിയേട്ടൻ സ്വയം പറയുന്ന മട്ടിൽ സംസാരിച്ചു കൊള്ളും. നിങ്ങളൊന്നും അറിഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ആശ ടീച്ചറിൻ്റെ ചുവലിൽ കൈവച്ചിട്ട് ദേവയാനി പടവുകൾ ഇറങ്ങിപ്പോയി. ദേവയാനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഇനി ഉണ്ണിയേട്ടൻ എന്തു പറയുമെന്ന ആശങ്ക മാത്രമേ ഉള്ളൂ. രാത്രി 9 മണി കഴിഞ്ഞിട്ടാണ് മുകുന്ദനുണ്ണി വന്നത്. അത്താഴ സമയത്ത് എല്ലാവരും ഒത്തുകൂടി. മക്കളുടെ അന്നത്തെ വിശേഷങ്ങൾ മുകുന്ദനുണ്ണി കൃത്യമായി ചോദിച്ചറിയും. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് വൃന്ദയാവും. ഉണ്ണിമോൾ നിശബ്ദയായിരിക്കും. ഓരോ മുഖങ്ങളിലും അവൾ മാറി മാറി നോക്കും. ആ വീട്ടിലെ ഓരോ ചലനങ്ങളും അവൾക്കറിയാം. ഒരാളിൻ്റെ മുഖം വാടിയാൽ അതിൻ്റെ ഉത്കണ്ഠ അവളുടെ മുഖത്തുണ്ടാവും. ടോണി ഇനി സ്കൂളിൽ വരുന്നില്ലെന്നാ കേൾക്കുന്നത്. അവൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതാ. അവൻ ഇപ്പോൾ ബാംഗ്ലൂരാണത്രേ. അന്ന് കിട്ടിയ വിവരം വന്ദന അറിയിച്ചു. വളരെ നല്ലത്. സമാധാനത്തോടെ ബാക്കിയുള്ള കുട്ടികൾക്ക് പഠിക്കാവല്ലോ. മുകുന്ദനുണ്ണിക്കും ആശ്വാസമാണുണ്ടായത്. കളരിക്കലെ അമ്മ എന്നോട് ഒരു കാര്യം പറഞ്ഞു. ആശ ടീച്ചറുടെ കാര്യം ദേവയാനി തുടങ്ങി വെച്ചു. എന്നാ കാര്യം? മീൻകറി എടുത്ത് മുകുന്ദനുണ്ണി ചോറിൽ ഒഴിച്ചു. ഒരു വലിയ കഷ്ണമെടുത്ത് ഉണ്ണിമോളുടെ പ്ലേറ്റിലും വെച്ചു. ആശ ടീച്ചറുടെ വിവാഹക്കാര്യം തന്നെ. കടക്കണ്ണുകൊണ്ട് ദേവയാനി അയാളെ നോക്കി. അയാളുടെ തറപ്പിച്ചുള്ള നോട്ടം കണ്ടു. ആശ ടീച്ചർ കല്യാണം കഴിക്കാൻ പോകുന്നോ? അത്ഭുതത്തോടെ വന്ദന മുഖമുയർത്തി. എന്താ, ടീച്ചർക്കൊരു കുടുംബജീവിതം വേണ്ടേ? ദേവയാനി കസേരയിൽ ഇരുന്നു. അത് പറഞ്ഞപ്പോൾ ഞാൻ ചന്ദ്രദാസ് സാറിൻ്റെ കാര്യം പറഞ്ഞു. കളരിക്കലെ അമ്മയ്ക്ക് വലിയ സന്തോഷമായി. ഈ അമ്മ എന്നതായി പറയുന്നത്? കുടിച്ചിട്ടില്ലാതെ ഞാൻ ആ അങ്കിളിനെ കണ്ടിട്ടേയില്ല. വൃന്ദ ചൊടിച്ചു. കല്യാണം കഴിയുമ്പോൾ സാറിൻ്റെ കുടി മാറിയാലോ? അവർ ടീച്ചറല്ലേ. സ്നേഹം കൊടുക്കാനും വാങ്ങാനും ഒക്കെ അറിയാം. സ്നേഹിക്കാനായി ആരുമില്ലാത്തതുകൊണ്ടാ അയാൾ ഇങ്ങനെയായത്. അങ്കിള് ആള് നല്ലവനാ. നമ്മളോടൊക്കെ എന്നാ സ്നേഹമാ. മോളെ എന്നേ വിളിക്കൂ. അങ്കിളാ എന്നെ രക്ഷിച്ചത്. വന്ദന ദേവയാനിയെ അനുകൂലിച്ചു. അത് മനസ്സിൽ വെച്ചാ മോളെ ഞാനത് പറഞ്ഞത്. എന്നിട്ട് ആശ ടീച്ചർ എന്നാ പറഞ്ഞു? മുകുന്ദനുണ്ണി ചോദിച്ചു. ടീച്ചർക്കും സമ്മതം. ഞാനത് മുമ്പേ ഊഹിച്ചതാ. ചന്ദ്രദാസ് സാറിനോട് ഈ വിവരം സംസാരിക്കാൻ അമ്മ ഉണ്ണിയേട്ടനോട് ആവശ്യപ്പെട്ടിരിക്കുകയാ. മുകുന്ദനുണ്ണിയുടെ മുഖം കറുത്തു. ഞാൻ ചെന്ന് അയാളോട് സംസാരിക്കാനോ? ആ ഭാവപകർച്ച കണ്ടപ്പോൾ ദേവയാനിക്ക് ഭയം തോന്നി. അയാൾക്ക് അവളെ കെട്ടിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഭേദം അവളെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നതാ. എവിടെയോ ഒളിഞ്ഞിരുന്ന ഒരു പല്ലി ചിലച്ചു. ഒരു ഉൾക്കിടിലം ദേവയാനിയിൽ ഉണ്ടായി. ഹൃദ്യം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നെല്ലനാട് സ്റ്റോറീസിന് വേണ്ടി സൽമ റോയ്സ്.